ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ഈ അവക്കാഡോയുടെ കുരു എങ്ങനെ ഇപ്പം വെള്ളത്തിനകത്ത് വെച്ച് ഇതാണ് അവക്കാഡോയുടെ കുരു. ഇത് നമുക്ക് എങ്ങനെ വെള്ളത്തിനകത്ത് വെച്ച് മുളപ്പിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പലർക്കും അറിയത്തില്ല എങ്ങനെ വെക്കേണ്ടതെന്ന്. ഇതതിൻ്റെ ചൂടുവശം, ഇതതിൻ്റെ തലഭാഗം ആണ്. ഇത് നമ്മളിപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടതെന്ന്. ഇപ്പം 3 ഈർക്കിലി എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ട്യൂബില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈർക്കിലി എടുത്തത്. പല്ലുകുത്തിയായാലും മതി. ഇപ്പം അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കുത്തി വെച്ച് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഈ ചൂട് ഭാഗം ഇത്രയും ഇളം താന്ന് നിൽക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇത്രയും ഭാഗം വരെ വെള്ളം മതി. എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ വേറെ ഇപ്പം ചെറിയ കുഴിവുള്ള ഈ കപ്പായാലും മതി, അതായാലും മതി. ഗ്ലാസ്സിനകത്താകുമ്പോൾ നമുക്ക് കാണാമല്ലോ വേറെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈർക്കില കുത്തി ഈ വെള്ളത്തിനകത്ത് വെച്ച് മുളപ്പിക്കുന്നത്. പിന്നെ ഇത് മുളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. ഇതാണ് ഇതിൻ്റെ ചൂട് വശം. ഇത് പിന്നെ ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. എങ്ങനെയാണ് കാണിച്ചു തരാം. അതെ, ഇത്രയും വെള്ളയിലും മതി. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ മേള് വരെ പോകണമെന്നില്ല വെള്ളം, തുളുമ്പേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ തടസ്സമൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ജനലിൻ സൈഡിലൊക്കെ വെച്ചാൽ മതി. ഇങ്ങനെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. ഇതെല്ലാം അവക്കാഡോയുടെ കുരുവാണ്. ഇങ്ങനെ കിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുളച്ചൊക്കെ വരുമ്പോഴത്തേനും ഒന്ന് ഗ്രോ ബാഗിനകത്താക്കി ഇച്ചിരി വേരൊക്കെ വന്നിട്ട് വെച്ചാൽ മതി. ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറവുണ്ട്. വെള്ളം ഇങ്ങനെ കുറയുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറയാൻ നേരത്തെ മതി. പിന്നെ ഇത്രയും വെള്ളം കിടന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ വെള്ളം ചീത്തയാകുമ്പോൾ ഇച്ചിരി ഒന്ന് മാറ്റുവാണെങ്കിൽ നല്ലത്. ഇച്ചിരി ഫ്രഷ് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഇതൊക്കെ ഞാൻ ഈയിടെ എടുത്തു വെച്ച ഷെയ്ക്ക് അടിച്ച് കുടിച്ച കായയുടെ കുരുവാണ്. പിന്നെ അവക്കാഡോ ഞാൻ കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകുന്ന അവക്കാഡോ. ഇത്രയും വലിപ്പമുണ്ട്. സാധാരണ കടയിലൊക്കെ കിട്ടുന്നതാണ് ഇതിൻ്റെ ചെറുതാണ്. ഇതിപ്പോൾ ഒരു പൊതിക്കുന്ന തേങ്ങയുടെ ഇത്രയും വലിപ്പം വരും. പിന്നെ ഇതിപ്പോൾ ഇതിപ്പം പഴുത്ത് കഴിയുമ്പോഴത്തേനും ഇതിന് ഈ നിറമാണ് വരുന്നത്. ഇത് കണ്ട്, ഇതിപ്പോൾ ഒരുമാതിരി ഞെക്ക് കൊള്ളുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. പക്ഷേ കുഴപ്പമില്ല, കേടുകൂടാതൊക്കെ ഇരുന്നോളും. പഴുത്ത് കഴിയുമ്പോഴത്തേനും അങ്ങ് ശരിക്കടിച്ച് കുടിച്ചോണം. ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കാണിച്ചു തരാം. എനിക്ക് തേങ്ങ ഇങ്ങനെ ചക്ക പൊളത്തുന്ന പോലെ നെടുകെ താത്ത് വെട്ടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തൊലിക്കനത്തിന് മാത്രം ഒന്ന് വരഞ്ഞു വിടുക. എന്നിട്ട് പിന്നെ അങ്ങ് കറക്കി എടുത്താൽ മതി. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കുഴപ്പം കൂടാതെ കിട്ടും. അകത്തെ കുരു അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് അവക്കാഡോ. പിന്നെ ഞാൻ അവക്കാഡോയുടെ മരമോടെ കാണിക്കുക ഏതാണ്. ഇതാണ് ഞങ്ങളിവിടുത്തെ അവക്കാഡോ മരം. നേരിപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെയാണ് പറിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയും തോട്ടിലറ്റത്ത് ചാക്ക് കെട്ടിയിട്ടാണ് പറിക്കുന്നതെന്ന്. നമുക്കിതേ പരിക്കുകളൊന്നുമില്ലാതെ കിട്ടണം. അതിനാണ് തോട്ടിലെടുത്ത് ചാക്ക് കെട്ടി പറിക്കുന്നത്. എന്നാലേ നമുക്ക് പഴുക്കുമ്പോഴത്തേനും ഡാമേജ് വരാതിരിക്കത്തുള്ളൂ, അല്ലേ ചീഞ്ഞു പോവും. അതാണ്. ഇപ്പം ഞാൻ കാണിച്ച കായയെ അത് ഡാമേജ് കൂടാതെ പറിച്ച കായ. ഇതാണ്. അവിടെയൊക്കെ കയറിയിരുന്ന് പറിക്കും. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അറ്റത്തൊക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ മരം നിൽക്കുന്നത്. വലിയ മരമാണ്, നാടനാണ്.